വെൽക്കം ബാക്ക്. നല്ലൊരു പോസിറ്റീവ് ആയിട്ട് ഇപ്പം ഈവൻ ഇഫ് ഇറ്റ്സ് എ ഡിവോഷണൽ സോങ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അതിന്റെ നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ബ്യൂട്ടി സീനേഴ്സ് ഒക്കെ എന്ത് രസമല്ല. അത് കുറച്ചും കൂടെ നമുക്ക് ഏത് റിലീജിയനും ആയിക്കോട്ടെ നമുക്ക് ഭയങ്കര ഒരു നല്ലൊരു ഉന്മേഷം കിട്ടുന്നില്ല ആ ഒരു സീൻസ് കാണുമ്പോൾ തന്നെ. ദാറ്റ്സ് വാട്ട് ഓൾ വി വാണ്ട് ടു കൺവേ വിത്ത് യു ആൻഡ് ഷെയർ വിത്ത് യു. അപ്പം ഇതുപോലത്തെ നല്ല പോസിറ്റീവ് എനർജീസ് ഒക്കെ നമുക്ക് എല്ലാ ദിവസവും ഈ ദിവസം മാത്രമല്ല ഇനി വരുന്ന ദിവസങ്ങളെല്ലാം നമുക്ക് നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുന്നു. നമുക്ക് അതിനു മുമ്പ് വീണ്ടും ഒന്നുകൂടി ചോദ്യം ചോദിക്കുകയാണ്, ആരാണ് മികച്ച സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടന് ആയിട്ട് തിരഞ്ഞെടുത്തത്, അർഹനായത് ആരാന്നുള്ളതാണ് കഴിഞ്ഞ വർഷം. അപ്പം പെട്ടെന്ന് സിമ്പിൾ ആണ്, വരുന്നുണ്ട് ആൻസർ ഒക്കെ വരുന്നുണ്ട്. ആൻസേഴ്സ് കൂടുതൽ കിട്ടുന്നതും റൈറ്റ് ആൻസേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ട്. നമുക്ക് ഗസ് ചെയ്യാവുന്ന ഒരു സംഭവമേ ഉള്ളൂ. കാരണം പെട്ടെന്ന് മെസ്സേജ് ചെയ്യാം. ഓൾറെഡി പറഞ്ഞൊരു ക്ലൂ ഉണ്ടായിരുന്നു, നമ്മുടെ ലേറ്റസ്റ്റ് നമ്മുടെ യുവ എന്താ പറയാ ന്യൂ ജനറേഷൻ നടൻ എന്നൊക്കെ നമുക്ക് പറയാം. ന്യൂ ജനറേഷൻ ഒന്നും പറയാൻ പാടില്ല ശരിക്കും സിനിമ എല്ലാപ്പോഴും സിനിമ. പക്ഷെ എന്നാലും എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്, നമ്മള് പേര് കേട്ടാൽ എപ്പോഴും അങ്ങനെ പറയുന്നത്. എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം നിങ്ങളുടെ ആൻസർ അയക്കേണ്ടത് 3537 അയക്കുക. ഫോർമാറ്റ് NTV സ്പേസ് നിങ്ങളുടെ ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്. അപ്പൊ ഞാൻ തന്ന ഒരു ക്ലൂ ഉണ്ടായിരുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞു ആൽബം ഹിറ്റ്സിൽ ഇപ്പൊ അയച്ചിപ്പോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ആരെ കുറിച്ച് ഞാൻ പറയുന്നത്. ദേ ഹാവ് ഗോട്ട് സെയിം നമ്പറിന് 2 പേരിൽ എനിക്ക് അയച്ചതാണ്. 2 പേർക്കും അവർക്ക് തന്നെയായിരുന്നു സമ്മാനം കിട്ടിയത്. അതുപോലെ മേ ബി യു ആർ ദ ലക്കി പേഴ്സൺ, സോ ട്രൈ ദാറ്റ് ലക്ക് ആസ് വെൽ. അപ്പം നമ്മുടെ സിസ്റ്റം ആരെയാണ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തൊക്കെയായാലും ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിന്റെ എൻഡ് ആകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ വിന്നർ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. സോ വിന്നർ വിൽ ബി ഗോയിങ് വിത്ത് 1 couple ticket to Latino Circus in Abu Dhabi. അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ പത്രവിശേഷങ്ങളിലൂടെ ഇന്ന് 13 ജനുവരി 2015 ചൊവ്വാഴ്ച, 1190 ധനു 29. അപ്പൊ നമുക്കിത് ന്യൂസിൽ ഫസ്റ്റ് തന്നെ നമുക്ക് പ്രവാസികളെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ് തന്നെ വായിക്കാം അല്ലെ. പ്രവാസി വോട്ടിന് കേന്ദ്ര അനുമതി എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസാണ്. ന്യൂഡൽഹി പ്രവാസി ഇന്ത്യക്കാർക്ക് ജോലി ചെയ്യുന്ന രാജ്യത്ത് വെച്ച് തന്നെ ഇന്ത്യയിലെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ ഇലക്ട്രോണിക് തപാൽ വോട്ടും പ്രോക്സി വോട്ടും പകരക്കാരനെ ചുമതലപ്പെടുത്തിയിട്ടുള്ള വോട്ടാണ് പ്രോക്സി വോട്ട്. പ്രോക്സി വോട്ടും അനുവദിക്കാമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശുപാർശ കേന്ദ്ര സർക്കാരും അംഗീകരിച്ചു. തുടർ നടപടി 8 ആഴ്ചയ്ക്കകം തീരുമാനിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് HL ദത്തു, AK സിക്രി എന്നിവരുടെ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം മണ്ഡലത്തിലെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ സൗകര്യമുണ്ടാക്കണമെന്നും പ്രവാസി വോട്ട് കേസിലെ ഹർജിക്കാരനും ദുബായിൽ ആരോഗ്യ മേഖലയിൽ സംരംഭകനുമായ ഡോക്ടർ VP ഷംഷീർ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ കടലിനക്കരെ നിന്ന് വോട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവും എന്താ സംഭവം, എങ്ങനെ ചെയ്യണമെന്ന് പലർക്കും ഇതുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ തപാൽ വോട്ട്, പ്രവാസി വോട്ടർ തപാൽ വോട്ടിന് അപേക്ഷ നൽകുന്നു. സുരക്ഷാ കോഡ് രേഖപ്പെടുത്തിയ ബാലറ്റ് പേപ്പർ ഇന്റർനെറ്റ് വഴി അയച്ചു കൊടുക്കുന്നു. ബാലറ്റ് പേപ്പർ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സ്വന്തം മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസർക്ക് തപാൽ മാർഗം അയച്ചു കൊടുക്കുന്നു. ഇതിനൊപ്പം വോട്ടർ സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖയും അയക്കണം. പ്രോക്സി വോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാസി വോട്ടർ തൻ്റെ വോട്ട് രേഖപ്പെടുത്താൻ സ്വന്തം മണ്ഡലത്തിലെ ഒരാളെ പകരക്കാരനായി പ്രോക്സി ചുമതലപ്പെടുത്തുന്നു. ഈ പകരക്കാരനെ മാറ്റി നിശ്ചയിക്കാനും വോട്ടർക്ക് അവകാശമുണ്ടാവും. പകരക്കാരനെ സംബന്ധിച്ച അപേക്ഷ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നോട്ടറി സാക്ഷ്യപ്പെടുത്തുന്നു. തിരഞ്ഞെടുപ്പ് കാലമല്ലാത്തപ്പോഴും ഇത് സംബന്ധിച്ച അപേക്ഷ കമ്മീഷന് നൽകാം. അപേക്ഷ അംഗീകരിച്ചാൽ പ്രോക്സി വോട്ടർക്ക് തിരിച്ചറിയൽ രേഖയുമായി എത്തി പ്രവാസിക്ക് വേണ്ടി വോട്ട് ചെയ്യാം. ബദൽ രീതികൾ ഇപ്പോൾ തപാൽ വോട്ട് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ളവർക്കും സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങൾക്കും വിദേശങ്ങളിൽ ഇന്ത്യൻ സ്ഥാനാപതി കാര്യാലയങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും നിലവിൽ തപാൽ വോട്ട് സൗകര്യമുണ്ട്. പ്രോക്സി വോട്ട് സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങൾ നിലവിൽ പ്രോക്സി വോട്ട് സൗകര്യമുണ്ട് എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു സംഭവമാണ്. വേറെ ഒരെണ്ണുള്ളത് പ്രവാസി മലയാളികൾ 16.25 ലക്ഷം, വോട്ടർമാർ 11,174. അപ്പോൾ നമ്മൾ എത്രയും പ്രവാസികളുണ്ട്, നമുക്ക് നോക്കാം, ന്യൂസ് നോക്കാം. ദുബായ് കേരള സർക്കാരിന്റെ 2013 പ്രവാസി സെൻസസ് പ്രകാരം വിദേശ രാജ്യങ്ങളിലെ മലയാളികളുടെ എണ്ണം 16.25 ലക്ഷമാണ്. ഇവരിൽ 14.26 ലക്ഷവും 88% ഗൾഫിലാണ്. ഇതേസമയം ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വേളയിലെ കണക്കു പ്രകാരം വോട്ടർ പട്ടികയിൽ പേരു ചേർത്ത പ്രവാസി മലയാളികൾ 11,174 മാത്രമാണ്. വോട്ട് ചെയ്യാൻ നേരിട്ട് നാട്ടിലെത്തണമെന്ന നിലവിലെ വ്യവസ്ഥ കൊണ്ടായിരുന്നു ഈ തണുത്ത പ്രതികരണം. ഈ വോട്ട് സൗകര്യം നിലവിൽ വന്നാൽ പ്രവാസി വോട്ടർമാരുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ
നമുക്ക് വിലയായി എന്ന് പറയാം അല്ലെ. ഇതുവരെ നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം, അവകാശമല്ല, നമുക്ക് വോട്ട് ചെയ്യാൻ നാട്ടിൽ പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഇനിയിപ്പം അത് കാരണം നമ്മളെല്ലാവരും അവർ ദുബായിലല്ലേ, അത്ര വലിയ ആർക്കും വലിയ വിലയൊന്നുമില്ല, വോട്ട് ചെയ്യണ്ടല്ലോ. ഇനിയിപ്പം നമ്മള് ഭയങ്കര വിലയായിട്ടോ, വിലയായി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് നമ്മുടെ സുനന്ദ കൊലക്കേസ് അല്ലെ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. സുനന്ദ കൊലക്കേസ്, തരൂരിനെ ചോദ്യം ചെയ്യും, IPL-ലും അന്വേഷിക്കും എന്ന് പറഞ്ഞ തലക്കെട്ടോടെ ന്യൂസാണ്. ന്യൂഡൽഹി സുനന്ദ പുഷ്കർ കൊലക്കേസിൽ ഭർത്താവ് ശശി തരൂരിനെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്ന് ഡൽഹി പോലീസ് കമ്മീഷണർ BS ബസി അറിയിച്ചു. IPL ഇടപാടുമായി കൊലയ്ക്ക് ബന്ധമുണ്ടെന്ന സൂചനകളും അന്വേഷിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സുനന്ദയെ കൊല ചെയ്തത് താനാണെന്ന് നിർബന്ധിച്ച് മൊഴിയെടുക്കുന്നതിന് ജോലിക്കാരൻ നാരായൺ സിംഗിനെ പോലീസ് പീഡിപ്പിച്ചുവെന്നും തരൂരിന്റെ ആരോപണം കമ്മീഷണർ തള്ളി എന്ന് പറഞ്ഞുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെ, മറ്റൊരു ന്യൂസ് ഉള്ളത് ഡൽഹി തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 7-ന് എന്നൊരു ന്യൂസാണ്. വോട്ടെണ്ണൽ 10-ന്, ജയ അയോഗ്യയായ ശ്രീരംഗത്ത് ഉപതെരഞ്ഞെടുപ്പ് അടുത്ത മാസം 13-ന്. ഒരു വർഷത്തോളം നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്തിന് വിരാമമിട്ട് ദേശീയ തലസ്ഥാനം വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക്. രാജ്യം ഉറ്റുനോക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 7-ന് നടക്കും. 10-നാണ് ഫലപ്രഖ്യാപനം. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ എയർ ഏഷ്യ ഫ്ലൈറ്റിന്റെ ബ്ലാക്ക് ബോക്സ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ന്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ അത് ഫൈനലി കിട്ടി എന്ന് പറഞ്ഞ കംപ്ലീറ്റ് ഫോട്ടോസ് ആയതും കൊടുക്കുന്ന ന്യൂസാണ്. എയർ ഏഷ്യ ഫ്ലൈറ്റ്സ് ബ്ലാക്ക് ബോക്സ് ഡേറ്റ റെക്കോർഡ് റിക്കവേർഡ് എന്ന് പറഞ്ഞാണ് അപ്ഡേറ്റ്. ഡിസ്പ്യൂട്ട് ഓഫ് വെദർ പ്ലെയിൻ എക്സ്പ്ലോഡഡ് ബിഫോർ ഹിറ്റിംഗ് വാട്ടർ. അപ്പം നമുക്ക് വാർത്തയിലേക്ക് പോവാം. Indonesian Navy divers retrieved the black box flight data recorder from the wreck of an AirAsia passenger jet on Monday, a major step towards unveiling the cause of the crash that killed all 162 people on board. But there was confusion about what happened in the final moments of flight QZ8501, which crashed off the Indonesian coast of December 28th, with one official saying the plane probably exploded before hitting the water and an other disputing that theory. The Airbus A320-200 airliner lost contact with air traffic control in bad weather less than half a way into a 2-hour flight from Indonesia's second biggest city of Surabaya to Singapore. അപ്പം ഇതിൽ ഒരു ഒഫീഷ്യൽസ് പറയുന്നത് ഇങ്ങനെയാണ്, വെള്ളത്തിൽ ഇടിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു എക്സ്പ്ലോഷൻ നടന്നതായിട്ടാണ് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞാണ് അപ്ഡേറ്റ്സ്. സ്റ്റിൽ ഇറ്റ്സ് നോട്ട് റിയലി ക്ലിയർ. പ്രോബ്ലി നാളത്തെ ന്യൂസ് പേപ്പറിൽ ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ വേറെ വല്ല പത്രങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ന്യൂസ് ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷെ എന്തൊക്കെയായാലും 162 പേര് മരിച്ച ഒരു ഇൻസിഡൻ്റ് ആയിരുന്നല്ലോ. അപ്പം എന്തൊക്കെയായാലും സ്റ്റിൽ പീപ്പിൾ ആർ ഫൈൻഡിങ് മോർ ന്യൂസ് റിഗാർഡിങ് ദിസ്. അതെ, മറ്റൊരു ന്യൂസ് നോക്കാം. മത്സ്യബന്ധന ബോട്ടിന് നേരെ തീരസേനയുടെ വെടിവെപ്പ്, 2 പേർക്ക് പരിക്ക്. വിഴിഞ്ഞത്താണ് സംഭവം. പട്രോളിങ്ങിനിടെ പരിശോധനയ്ക്ക് നിർത്താനുള്ള നിർദ്ദേശം അവഗണിച്ച് നീങ്ങിയ മത്സ്യബന്ധന ബോട്ടിലേക്ക് തീരസേന നടത്തിയ വെടിവെപ്പിൽ 2 പേർക്ക് പരിക്ക്. ഇന്നലെ വൈകിട്ട് വിഴിഞ്ഞം ഭീമാപ്പള്ളി ഭാഗത്ത് കടലിലുണ്ടായ സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ സുബിൻ, ജഗദീഷ് കുമാർ 30 വയസ്സ്, ക്ലിൻറ്റൺ 30 എന്നിവർക്കാണ് വെടിയേറ്റത്. സുബിന് വലതുകാലിനും ക്ലിൻറ്റന് വലം കൈയിലുമാണ് വെടിയേറ്റത്. പരിക്ക് ഗുരുതരമല്ല. ഇവർ തീരസേനയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ബോട്ടും അതിലുണ്ടായിരുന്ന മറ്റുള്ളവരെയും സേന കസ്റ്റഡിയിലെടുത്തു എന്നാണ് ന്യൂസ് ഉള്ളത്. എന്താ വെച്ചാൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വന്നപ്പം നിർത്താൻ പറഞ്ഞു, അവർ നിർത്തിയില്ല, അവർ ഓടിച്ചു പോയി, സ്പീഡിലെടുത്ത് പോയി. അപ്പോൾ ഇവർ ഒന്നാമത് അവിടെ വേറെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ വേറെ ആരോ വിചാരിച്ചിട്ട് വെടിവെച്ചതാണ്. അപ്പോൾ ഇവർ നിർത്താതെ പോയി തന്നെ ഇവർ പറയുന്ന കാര്യം, ഇവർക്കൊരു കാർഡ് വേണം, ഒരു പെർമിറ്റ് ഉണ്ട്, യാത്ര ചെയ്യുമ്പോൾ ഈ പെർമിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഒരാൾ ഇറങ്ങിയപ്പം ആ പെർമിറ്റ് ഇയാളെ കയ്യിലായിപ്പോയി. അപ്പം ഇയാൾ ചോദിച്ചപ്പോൾ ഇല്ലല്ലോ, പെർമിറ്റ് കയ്യിലില്ലല്ലോ. അപ്പം അത് പേടിച്ചിട്ട് ഇവർ സ്പീഡിൽ വിട്ടു. അതാണ് ഇവർ പറയുന്ന കമ്മ്യൂണിക്കേഷൻ. എന്തായാലും നമുക്ക് വരും ന്യൂസുകളിൽ അറിയാം എന്താ സംഭവം. അതുപോലെ തന്നെ നമ്മുടെ ചുംബന സമരം കുറച്ച് നാളത്തേക്ക് നമ്മൾ കേൾക്കാത്തൊരു ന്യൂസ് ആയിരുന്നല്ലോ. അപ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതും കണ്ണൂരിൽ നടന്ന ഒരു കേസാണ്. അപ്പോൾ നമുക്ക് ന്യൂസിലേക്ക് ഒരു ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ട്. കണ്ണൂരിൽ ചുംബന സമരത്തിനെതിരെ എത്തിയ VHP പ്രവർത്തകർ സമര അനുകൂലമാണെന്ന് കരുതി ഒരു യുവാവിനെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ സഹിതം കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ്. ചുംബന സമരം ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധിച്ചിറങ്ങി, ജനം പൊറുതിമുട്ടി എന്നൊക്കെ പറഞ്ഞാണ് ന്യൂസ്. നമുക്ക് വാർത്തയിലേക്ക് പോവാം അല്ലെ. കണ്ണൂരിൽ 3 തിങ്കളാഴ്ച ചുംബന സമരം നടക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ വാർത്ത പ്രചരിച്ചതോടെ ആസ്വദിക്കാനും അടിച്ചോടിക്കാനുമായി കുറേ പേർ ഒഴുകിയെത്തി. പ്രതിഷേധിക്കെത്തിയവരുടെ ആക്രമണത്തിൽ ജനം വലഞ്ഞു. ഒടുവിൽ പോലീസ് ലാത്തി വീശി എന്ന് പറഞ്ഞാണ് ന്യൂസ് അപ്ഡേറ്റ്. അപ്പോൾ എപ്പോഴും നമ്മൾ തന്നെയാണ് കേൾക്കുന്നത്
കുറെ അടി കൊള്ളാൻ വേണ്ടി മാത്രം കുറെ പേരെന്ന് വേണമെങ്കിൽ പറയാം. കാണുന്നവർക്കും ഇതിന്റെ ഇടയ്ക്ക് അടി കിട്ടും. അതാണ് അതിലും ഏറെ രസകരമായ കാര്യം. എന്തൊക്കെയാലും ഇനിയെങ്കിലും ഇങ്ങനത്തെ ഇപ്പൊ നാട്ടിലൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം, എന്തെങ്കിലും ഇങ്ങനെ സമരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണാൻ നിൽക്കല്ലേ, വെറുതെ അടി കിട്ടിട്ട് തിരിച്ചു വരേണ്ടി വരും എന്നൊക്കെ പറയാം. മറ്റൊരു ന്യൂസ്, ആലപ്പുഴയിൽ AKGയുടെ സ്മാരകവും തകർത്തു. നഗരത്തിൽ AKG ജംഗ്ഷനിലെ AKG സ്മാരക സ്തൂപം തകർത്ത നിലയിൽ കണ്ടെത്തി. ദേശീയപാതയ്ക്ക് സമാന്തരമുള്ള കൂറ്റുവേലി ആശ്രമം റോഡിലുള്ള AKGയുടെ സ്മാരക സ്തൂപമാണ് തകർത്തത്. സ്തൂപത്തിനു മുകളിൽ വെച്ചിരുന്ന ഗോളവും അതിനു മുകളിലെ ചുറ്റിക അരിവാൾ നക്ഷത്രവുമാണ് തകർത്തത്. ഇവ സ്മാരകത്തിനു പിറകിൽ കൃഷിയിടത്തിന്റെ ചുറ്റുമതിനുള്ളിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ P. കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസ് ശേഷിച്ച 4 പ്രതികളും കീഴടങ്ങി എന്നുകൊണ്ടൊരു ന്യൂസ് ഉണ്ട്. കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിലെ പ്രതികളായ സാബു, ദീപു, രാജേഷ്, പ്രമോദ് എന്നിവർ തൃശൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കീഴടങ്ങാനെത്തിയതിന്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പട്ടങ്ങൾ, നമുക്ക് നാട്ടിലേക്ക് പട്ടങ്ങൾ പറപ്പിക്കുന്നത് വലിയൊരു ഇപ്പൊ അങ്ങനെ റെഡിമെയ്ഡ് പേപ്പറൊക്കെ മേടിച്ച് ചോറൊക്കെ അരി ചൊട്ടിച്ചൊക്കെ ഉണ്ടാക്കുന്ന രസം. ഒരു ശരിക്കും നമ്മുടെ ഇപ്പത്തെ ജനറേഷൻ അതൊന്നും കിട്ടാറില്ല. പണ്ട് നമുക്ക് വീടൊക്കെ ആണെങ്കിൽ പണ്ടെന്നൊക്കെ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, നമുക്ക് പാടന്നൊക്കെ പറയും, വയൽ എന്നൊക്കെ പലരും പറയും. അവിടെ പോയിട്ടാണ് പട്ടം പറപ്പിച്ചുകൊണ്ടിരുന്നത്. കാരണം നമുക്ക് ഇങ്ങനെ നല്ല കാറ്റും കിട്ടുമല്ലോ. ഇപ്പൊ എല്ലാരും ബീച്ചിൽ പോയിട്ടാണ് ചെയ്യുന്നത്. അമ്മ അടുത്ത് പാടമില്ലാത്ത പോയിക്കൊണ്ടിരുന്നു, ബീച്ചിൽ പോയി പറപ്പിക്കുവായിരുന്നു. സ്ഥലമൊന്നുമില്ല. ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ചെറിയ കുട്ടിയായ സമയത്ത് പട്ടം പറപ്പിച്ചത്. അതിപ്പോ തീർച്ചയായിട്ടും ആലപ്പുഴയിലൊക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതലും ബീച്ച് സൈഡിലൊക്കെ പോയി പട്ടം പറപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ഓണത്തിന് സമയത്ത് അല്ലെ. അപ്പൊ ഇവിടെ ഇപ്പം നോർത്ത് ഇന്ത്യയിലേക്ക് പട്ടങ്ങൾക്കൊക്കെ പല പല പ്രിന്റ്സ് ഒക്കെ വരാൻ തുടങ്ങി. അത് ലേറ്റസ്റ്റ് ട്രെൻഡ് എന്താണെന്ന് അറിയോ? ദ ലേറ്റസ്റ്റ് ട്രെൻഡ് ഈസ് മോദി ഒബാമയുടെ രണ്ടുപേരുടെ ഫോട്ടോ വെച്ചുള്ള കൈറ്റ്സ് ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഹിറ്റ്. കേട്ടാ ഒന്ന് വിചാരിച്ചു നോക്കി, ഇന്നത്തെ ന്യൂ ജനറേഷൻ പട്ടങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഫോട്ടോ സഹിതം കൊടുത്തിരിക്കുന്ന ന്യൂസ് ആണ്. എ ഗേൾ സ്റ്റാൻഡ്സ് നിയർ എ കൈറ്റ് വിത്ത് പോർട്രേറ്റ്സ് ഓഫ് നരേന്ദ്ര മോദി ആൻഡ് ബറാക് ഒബാമ അറ്റ് എ ഷോപ്പ് ഇൻ ഹൈദരാബാദ് ഓൺ മൺഡേ. മോദിയുടെയും അതുപോലെ തന്നെ ഒബാമയുടെ ഒക്കെ ഫോട്ടോ പതിപ്പിച്ച കൈറ്റ്സ് ആണ് ഇപ്പം പറപ്പിക്കുന്നത്. ഇപ്പം യു ക്യാൻ സീ ദ പിക്ചർ ദേ. നമുക്ക് ന്യൂസിലേക്ക് പോവാം. Vadodara, with the country all set to welcome US President Barack Obama for the Republic Day in New Delhi, the Modi-Obama kites are the flavor this season in Gujarat for the upcoming Makar Sankranti festival. The markets in Vadodara, Surat, Bharuch, Rajkot, Ahmedabad and other places in the state are flooded with kites featuring Modi-Obama images on them for the Makar Sankranti festival on January 14th, said Mehboob. ഒരു കടക്കാരാണ് കേട്ടോ ഇതിനെ കുറിച്ച് ന്യൂസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തത്. എന്തൊക്കെയായാലും ദാറ്റ് ഇസ് റിയലി ഒരു കൗതുക വാർത്ത നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് നല്ലൊരു സോങ് കണ്ടിട്ട് തിരിച്ചു വരാം. സോ അതോടൊപ്പം തന്നെ നിങ്ങൾ SMS അയക്കാൻ മറക്കരുത്. ഫോർ ദ ലക്കി നമുക്ക് ഒരു